മലയാള മനോരമ സ്റ്റാഫ് റിപ്പോർട്ടർ യു.വി. വിനീഷ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. മാധ്യമരംഗത്തെ ഷൊർണൂരിന്റെ പരിചിത മുഖമാണ് അരങ്ങൊഴിയുന്നത്. നിഷ്പക്ഷ നിലപാടുകൾ എന്നും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച വിനീഷ് പ്രതിഭാശാലിയായ മാധ്യമപ്രവർത്തകനായിരുന്നു. അസുഖബാധിതനായി ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് വിനീഷിന്റെ അപ്രതീക്ഷിത വിയോഗം. ഷൊർണൂർ മഞ്ഞക്കാട് ഉണ്ണിയമ്പത്ത് വിജയൻ രുക്മിണി ദമ്പതികളുടെ മകനായ യു.വി. വിനീഷ് കഴിഞ്ഞ 27 വർഷമായി മലയാള മനോരമ ലേഖകനാണ്. ഷൊർണൂർ എസ്.എൻ. കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിനും ഒറ്റപ്പാലം NSS കോളേജിലെ ഡിഗ്രി പഠനത്തിന് ശേഷമാണ് മാധ്യമരംഗത്തെത്തുന്നത്. ഒറ്റപ്പാലത്ത് മംഗളം ദിനപത്രത്തിൻ്റെ ലേഖകനായാണ് മാധ്യമരംഗത്തേക്ക് കടന്നുവന്നത്. പിന്നീട് ഒറ്റപ്പാലം ഷൊർണൂർ മേഖലകളിലെ മനോരമ ലേഖകനായി പാലക്കാട്ട് പത്രത്തിൻ്റെ ഡെസ്കിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂസ് സ്റ്റോറികൾ ആകർഷകമായി ചമയ്ക്കുന്നതിൽ അസാധാരണ മികവ് പുലർത്തിയ മാധ്യമപ്രവർത്തകനായിരുന്നു വിനീഷ്. വാർത്തകളെ വളച്ചൊടിക്കാത്ത ശൈലി തുടക്കം മുതൽ സ്വീകരിച്ചിരുന്ന യു.വി. വിനീഷ് നിഷ്പക്ഷമായ നിലപാടുകളുമായാണ് മാധ്യമപ്രവർത്തകനെന്ന നിലയിൽ സ്വയം അടയാളപ്പെടുത്തിയത്. മനോഹരമായ മാധ്യമ ഭാഷയായിരുന്നു യു.വി. വിനീഷിൻ്റെ കരുത്ത്. കലോത്സവങ്ങളിലെയും മറ്റും കാണാക്കാഴ്ചകളും സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ നൊമ്പരങ്ങളും നിരവധിയായ സാമൂഹ്യ പരിസ്ഥിതി വികസന പ്രശ്നങ്ങളും തുടങ്ങി എല്ലാ മേഖലകളിലൂടെയും ആ മാധ്യമബോധം സഞ്ചരിച്ചു. പ്രാദേശിക മാധ്യമരംഗത്ത് വലിയ വിടവ് സൃഷ്ടിച്ചാണ് 50-ാം വയസ്സിൽ വിനീഷ് യാത്രയാകുന്നത്. വാർത്തകൾ തയ്യാറാക്കുന്നതിൽ വിനീഷ് സ്വീകരിച്ചുവന്ന ശൈലി യുവമാധ്യമപ്രവർത്തകർക്ക് പ്രചോദനമാണ്. അലസതയെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന അപാരമായ ചിന്താശേഷിയും സാമൂഹ്യ പ്രതിബദ്ധതയും കൊണ്ട് വാർത്തകളുടെ ലോകം സമ്പന്നമാക്കിയ വിനീഷ് യാത്രയാകുമ്പോൾ നിള ഒരു മാത്ര നിശ്ചലമായേക്കും. അത്രമേൽ പുഴയുടെ കണ്ണീരൊപ്പുകയും പ്രതാപങ്ങൾ പകർത്തുകയും ചെയ്ത തൂലികയാണ് നിത്യതയിൽ ലയിക്കുന്നത്. ഭൗതിക ശരീരം വെള്ളിയാഴ്ച രാവിലെ ഷൊർണൂരിൽ എത്തിക്കും. രാവിലെ 8:30 സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടക്കും. കാഞ്ചനയാണ് ഭാര്യ. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ.